അല്ലു അർജുൻ എന്ന സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തു. പുഷ്പ 2 ഹീറോ ഇല്ലേ, അറസ്റ്റ് ചെയ്തതോ അറസ്റ്റ് വരിച്ചതോ അതോ അറസ്റ്റിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? യഥാർത്ഥ കാരണം ഹൈദരാബാദിൽ നിന്ന് തത്സമയം. അതെ, ഞാൻ ഹൈദരാബാദിൽ തന്നെയാണ്. ഇതിൻ്റെ യഥാർത്ഥ കാരണം അറിയണമെങ്കിലേ ഇപ്പം പറയത്തില്ല, ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. ക്ഷമ കാണിക്കുക. എന്തിനായിരിക്കും അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്? അദ്ദേഹം ഒരു സ്റ്റാർ അല്ലേ, ഒരു സിനിമയിൽ അഭിനയിച്ചു പോയി എന്നുള്ള തെറ്റുകൊണ്ടാണോ? അല്ല. ഇവിടെ പൊതുവെ പറയുന്നത്, ഹൈദരാബാദിൽ പൊതുവെ പറയുന്നത്, അല്ലു അർജുൻ എന്നീ പറയുന്ന സ്റ്റാർ ആ സിനിമ തിയേറ്ററിൽ ഒരു സ്ത്രീ മരിച്ചല്ലോ, അത്തിക്കിലും തിരക്കിലും പെട്ടും. ആ സ്ത്രീ മരിച്ചപ്പോൾ ആ സിനിമ തിയേറ്ററിൽ അന്നത്തെ ഷോയ്ക്ക് അല്ലു അർജുൻ ആ തിയേറ്ററിലേക്ക് പോയി. അതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. ഈ സ്റ്റാർ ആ സിനിമ തിയേറ്ററിൽ ചെല്ലുമ്പോൾ അവിടെ നേരത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതായിരുന്നു. അതായത് വലിയൊരു സ്റ്റാർ ഇങ്ങനെ ഒരു പ്രൊമോഷണൽ വിസിറ്റ് നടത്തുമ്പോൾ 2 ദിവസം മുമ്പെങ്കിലും അതിനുള്ള ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടതാണ്. അത് അയാൾ ചെയ്തില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം. അതല്ലാതെ ആ സ്ത്രീ മരിച്ചതിൽ അയാൾ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നുമല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാർ ആരോടും പറയാതെ പോയി? ഇതാണ് പോലീസിൻ്റെ ഭാഷ്യം. അല്ലു അർജുനെ എന്തിന് അറസ്റ്റ് ചെയ്തു? പിന്നെ മറ്റൊരു കാരണം, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്. അല്ലു അർജുനെ ആരോ കുടുക്കിയതാണ്. ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവും പിന്നെ പവൻ കല്യാണും കൂടി ചേർന്ന് എന്തോ ചെയ്തതാണ്. ഇതുമല്ല കാരണം. ഈ അല്ലു അർജുൻ എന്ന് പറയുന്നത്, ഈ അല്ലു അല്ലെ അല്ലുഡു എന്നൊരു വാക്കിന് തെലുങ്കിൽ ഒരു അർത്ഥമുണ്ട്, അളിയൻ എന്നാണ്. അതായത് സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയുടെ അളിയനാണ് അല്ലു അരവിന്ദ്, അല്ലെ അളിയൻ അരവിന്ദ്. ഈ അളിയൻ അരവിന്ദ് അല്ലെ അല്ലു അരവിന്ദിൻ്റെ മകനാണ് ഈ അല്ലു അർജുൻ. അപ്പം അളിയൻ അർജുൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം അല്ലേ. എന്തായാലും ആ അല്ലു എന്നുള്ളൊരു പെറ്റ് നെയിം പോലെ ആയി മാറി. അപ്പോൾ ഈ അല്ലു അർജുൻ വലിയൊരു സ്റ്റാറായിട്ട് മാറി. നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, രാഷ്ട്രീയമായിട്ടും സിനിമാ ഫീൽഡിലും എല്ലാ തരത്തിലും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അയാളെ അങ്ങനെ പെട്ടെന്നൊന്നും കയറി അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ചീഫ് മിനിസ്റ്റർ വിചാരിച്ചാൽ പോലും അങ്ങനെ ഒരു അറസ്റ്റ് നടപ്പിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചത്? ഈ അറസ്റ്റിനെ കുറിച്ച് ആ സിനിമ റിലീസായ അന്ന് തൊട്ട്, ഈ പ്രശ്നം ഉണ്ടായ അന്ന് തൊട്ട് പലർക്കും അറിയാമായിരുന്നു. എനിക്കും അറിയാമായിരുന്നു. എനിക്ക് സിനിമ തുടങ്ങി അന്നറിയാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അടുത്ത ദിവസം, അതല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റ് ചെയ്യും. എങ്ങനെ അറിഞ്ഞു? കാരണം ഞാൻ ഹൈദരാബാദിൽ ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ടറിഞ്ഞു. ഇനി കൂടുതൽ സസ്പെൻസിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഈ അറസ്റ്റ് ഒരു ഡ്രാമയാണ്, അല്ല ഒന്നാം തരം ഡ്രാമ. ഇത് അല്ലു അർജുൻ ആൻഡ് കമ്പനി തന്നെ ഉണ്ടാക്കിയ ഡ്രാമയാണ്. അതല്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമല്ല. ഇതിനകത്ത് രാഷ്ട്രീയക്കാരും കൂടെ അല്ലു അർജുനെ സഹായിക്കുന്നുണ്ട്. ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡ്യൂസർക്ക് കാശില്ലാഞ്ഞിട്ടൊന്നും അല്ല. പുഷ്പ 1 അല്ലെ ആദ്യത്തെ പാർട്ട് സക്സസ് ആയപ്പോൾ പുഷ്പ 2 വേണ്ടിയിട്ട് ഒരുപാട് പേര് കൊണ്ടുവന്ന് കാശ് പ്രൊഡ്യൂസർക്ക് കൊണ്ടുവന്ന് കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു അവരുടെ കമ്പനിയിൽ. അവർക്കൊക്കെ വേണ്ട റിട്ടേൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതായത് ബാഹുബലി 2 സക്സസ് ആയ പോലെ ആവും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ സിനിമ ചീറ്റിപ്പോയി, ഉദ്ദേശിച്ചിട്ടൊന്നും എത്തിയില്ല. ഉടനെ ഇത് OTT മാറും. ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അത് 2ാമത്തെ ദിവസം തന്നെ അവർക്ക് മനസ്സിലായി ഈ സിനിമ പൊട്ടാൻ പോവുകയാണെന്ന്. അവരുണ്ടാക്കിയ ഒരു കോൺസ്പിറസി. സ്റ്റാറിനെ അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക, പാരലായിട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ നൽകുന്നു, പോലീസ് വേറൊരു വഴിയോടെ കളിക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഈ അളിയൻ അർജുനെ അറസ്റ്റ് ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം മറ്റൊരു കോടതി അളിയൻ അർജുനെ ജാമ്യത്തിൽ വിട്ടയക്കും. എങ്ങനെയുണ്ട് സ്റ്റോറി? പെട്ടെന്ന് നോക്കിയാലേ, രാവിലെ ഒരു ജഡ്ജി ജാമ്യം നിഷേധിക്കുന്നു. ഉച്ച കഴിഞ്ഞ് ഏകദേശം വൈകിട്ട് ഒരു 5-6 മണി ആയപ്പോഴത്തേക്കും മറ്റൊരു ജഡ്ജി, അതും ഹൈക്കോടതിയിലെ ജഡ്ജി, ജാമ്യം അനുവദിക്കുന്നു. ഇതൊക്കെ സിനിമയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നും. അല്ലെങ്കിൽ ജഡ്ജി ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് കാശ് കൊടുത്ത് ബ്രൈബ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. ഇതൊന്നുമല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഒരേ ദിവസം തന്നെ 2 കോടതിയിലും ഈ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ അത് കേസ് പരിഗണിക്കണം. ഒന്ന്, തെലങ്കാന പോലീസ്, ഹൈദരാബാദ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു. അത് ഡ്രാമയുടെ ഒരു വശം. മറ്റൊരു വശം, അല്ലു അർജുൻ ആൻഡ് കമ്പനി മുൻകൂർ ജാമ്യത്തിനായിട്ട് അപേക്ഷ നൽകുന്നു. എവിടെ? ഹൈക്കോടതിയിൽ. അതല്ലെങ്കിൽ ഈ സെഷൻസ് കോടതിയിലുണ്ടായ ഒരു ഉത്തരവ്, ജാമ്യം കൊടുക്കുന്നില്ല, 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വെച്ചെന്നുള്ളത് 3-4 മണിക്കൂറിനകം
പെട്ടെന്ന് ഹൈക്കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്ത് അവിടുന്ന് മറിച്ച് അയാളെ റിലീസാക്കാൻ പറ്റുമോ? ഇങ്ങനെ സിനിമ സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് പാരലായിട്ട് രണ്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഈ ജാമ്യം കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇന്ത്യ മുഴുവൻ ഈ സ്റ്റാറിനെ കുറിച്ച് കുറച്ചുകൂടെ പബ്ലിസിറ്റി ആയി. അയാളെ അറസ്റ്റ് ചെയ്തു. അയാളൊരു സിനിമയിലെ നായകനായിട്ട് തന്നെ അതേ ദിവസം തന്നെ ഒരു ദിവസം പോലും ഒരു നൈറ്റ് പോലും ജയിലിൽ പോകാതെ അയാൾ പോലീസിനെ തോൽപ്പിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നു. അല്ലെ അകത്തേക്ക് പോകേണ്ടി വന്നില്ല. എന്തൊരു ഹീറോയിസ് അല്ലേ! കുറേ കോടികളൊക്കെ വലിച്ചു വാരി ചിലവാക്കി കാണും. എന്നാലും എന്താ ആ ഡ്രാമ, പക്ഷേ ഇത് സക്സസ്ഫുൾ ആവില്ല. ഈ ഡ്രാമ ഇത് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും കാണുന്ന ന്യൂസ് ചാനലുകൾ തന്നെ, ഈ ഏഷ്യാനെറ്റും 24 ന്യൂസും ഒക്കെ തന്നെ ഇത് പുറത്തു വിടും. അതുവരെ എൻ്റെ ഈ ചെറിയ വാർത്ത ഒന്ന് ഓർത്തിരിക്കുക. ഇത് പറഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു സ്റ്റോറിയും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു 10-15 വർഷം മുമ്പ് നടന്ന കാര്യമാണ് പറയുന്നത്. അന്ന് YSR റെഡ്ഡിയാണ് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ. അന്ന് യുണൈറ്റഡ് ആന്ധ്രയാണ്. ഈ തെലുങ്കാനയും ആന്ധ്രയും വേറെ വേറെ ആയിട്ടില്ല. ആ സമയത്ത് ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ആൾ പ്രതിപക്ഷ നേതാവാണ്. ഒരു ദിവസം ഞാനൊരു സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ കഴിക്കുകയാണ്, ഞാനും ഫാമിലിയും കൂടെ ഇരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവിടെ 3-4 പോലീസുകാരെ കാണുന്നു. മറ്റേ സ്റ്റൺ ഗണ്ണൊക്കെ പിടിച്ച് സെക്യൂരിറ്റി ഗാർഡുകളും ഒക്കെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ. ഞങ്ങൾ ഇതിനു മുമ്പൊന്നും ഞങ്ങൾ അങ്ങനെ ആ ഹോട്ടലിൽ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഞങ്ങളുടെ പ്രൈവസിക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു കോർണറിൽ ഒരു ക്യാബിനുണ്ട്. ആ മുറിയിൽ ഏതോ VIP വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെർവ് ചെയ്യുന്ന ആളോട് ചോദിച്ചു. പിന്നെ ഫ്രണ്ട്ലി വേയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞു അതേതോ രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അയാൾ ഒഴുക്കി വിട്ടു. കുറച്ച് കഴിഞ്ഞ് എനിക്ക് അത് കാണാൻ സാധിച്ചു. ശ്രീ ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ കുറേ പ്രശസ്തരായ ആരൊക്കെയോ ഉണ്ട്. എനിക്കറിയില്ല ആരാണെന്നും അവരുടെ ഫേസ് എനിക്ക് അത്ര പരിചയമില്ലായിരുന്നു. അദ്ദേഹമാണ് ആ മുറിയിലിരിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം നമ്മൾ ഇത്രേ വിചാരിച്ചുള്ളൂ. VIP ആണ്, മുൻ മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അവർ വരുമ്പോൾ ഇതുപോലുള്ളതൊക്കെ കാണുമായിരിക്കും. തന്നെയല്ല, അദ്ദേഹം ഒരു സെപ്പറേറ്റ് മുറിയിലാണ് അവിടെ ഇരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് ഒരു കോർണറിലുള്ള ഒരു VIP ലോഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ VIPകൾക്ക് വേണ്ടിയിട്ടുള്ള മുറിയാണിത്, റെസ്റ്റോറൻറ്റ് പാർട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം വായിച്ചപ്പോൾ കണ്ടു ചന്ദ്രബാബു നായിഡു അറസ്റ്റിൽ, ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? തലേ ദിവസം അറസ്റ്റ് ചെയ്തു, ജയിലിലായിരുന്നു, കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്, കോടതി ജാമ്യം കൊടുക്കുമായിരിക്കും. ഇതാണ് ഫ്രണ്ട് പേജ് ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്, ഇന്നലെ വൈകിട്ട് ഞാൻ ഇങ്ങനെ നേരിട്ട് കണ്ടതാണല്ലോ, ഈ ഗ്രാൻഡ് കാക്കാത്തി എന്ന് പറയുന്ന ITCയുടെ ഹോട്ടലിലാണ്. പിന്നെ ഞാൻ വീണ്ടും ആ പത്രത്തിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഡെക്കാൻ ക്രോണിക്കിളിലും ഒക്കെ വീണ്ടും ആ വാർത്ത ചെകഞ്ഞെടുത്ത് ഞാൻ വായിച്ചു. ശരിയാണ്, അറസ്റ്റ് നടന്നത് ഏകദേശം 6:30 മണിക്ക് വൈകിട്ട്. ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് 8:30. 10:30 വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയില്ല. പൊളിറ്റീഷ്യനായിട്ടുള്ളൊരു VIP അറസ്റ്റ് ചെയ്തിട്ട് നേരെ ജയിലിലോട്ടൊന്നും അല്ല കൊണ്ടുപോയത്, അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോട്ടും അല്ല കൊണ്ടുപോയത്. അദ്ദേഹത്തിന് നേരെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ PA ആയിക്കോട്ടെ, അല്ലെ സുഹൃത്തുക്കളായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, അവരെല്ലാവരും, അല്ലെ പോലീസ് ചീഫ് ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും, ഈ VVIPകളെല്ലാം കൂടി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടതാണ്. പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ അത് വായിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഇത് കൊള്ളാമല്ലോ, നല്ലൊരു അറസ്റ്റാണല്ലോ ഇത്. കോടതി ഹാജരാക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് സ്റ്റാർ ഹോട്ടലിലെ ഡിന്നർ, അറസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ആയിരിക്കും താമസിച്ചതും. അത് ഞാൻ കണ്ടില്ല, ഞാനതിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല, എനിക്കറിയില്ലായിരുന്നല്ലോ കാര്യം എന്താണെന്ന്. ഈ ഹൈദരാബാദ് പോലുള്ള സിറ്റികളിൽ ഇതൊക്കെ സ്വാഭാവികമാണ്, എന്നും നടക്കുന്ന കാര്യങ്ങളാണ്. ഇവരൊക്കെ വലിയ ആൾക്കാരാണ്, കോടികളിട്ട് കളിക്കുന്നവരാണ്. ഇവരെയൊന്നും ആരും ജയിലിലൊന്നും കൊണ്ടുപോയില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഞാൻ പറഞ്ഞു, ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വെച്ചെങ്കിലും ഇയാൾ ജയിലിലൊന്നും പോകത്തില്ല. നിങ്ങൾ നോക്കിയോ, ജയിലിൽ പോകുന്നിടം വരെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളെ കാണിക്കും. ജയിലിൻ്റെ ഗേറ്റ് വരെയുള്ള വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, ന്യൂസ് ചാനലുകാർ കാണിക്കും. അത് കഴിഞ്ഞാൽ അയാൾ അപ്പുറത്തെ ഗേറ്റിൽ കൂടി ഇറങ്ങിപ്പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ജയിലിൽ പോകുന്നതിന് മുമ്പ് അയാൾക്ക് ബെയിൽ കിട്ടുമെന്നല്ല പറഞ്ഞത്. പക്ഷേ ഇത്രയും ശക്തമായൊരു ഡ്രാമ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നാണ് എനിക്ക് മനസ്സിലായത്. സിനിമ എന്തൊക്കെ പറഞ്ഞാലും, ഇനി ആരെയൊക്കെ അറസ്റ്റ് ചെയ്താലും
എന്തെല്ലാം കളി കളിച്ചാലും അത് ജനങ്ങൾ മനസ്സിലാക്കിയത് കാണും. അത് ഇത്ര വലിയ ഹിറ്റൊന്നുമല്ല. ആ പുഷ്പ 1 അല്ലെങ്കിൽ ആദ്യത്തെ ആ പുഷ്പയെ പോലെ അത്ര വലിയ ഹിറ്റൊന്നുമല്ല, അത്ര വലിയ എൻ്റർടൈനറും അല്ല.